السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ووهبنا لداود سليمان نعم العبد إنه أواب إذ عرض عليه بالعشي الصافنات الجياد فقال إني أحببت حب الخير عن ذكر ربي أحببت حب الخير عن ذكر ربي حتى توارت بالحجاب ردوها علي فطفق مسحا بالسوق والأعناق. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര വിവരണത്തിലൂടെയാണ് വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മുടെ വിശദീകരണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രത്യേകതകളാലും അറിയപ്പെട്ട മഹാനായ പ്രവാചകനാണ് സുലൈമാൻ അലൈഹിസ്സലാം എന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായ പല കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും ഏതാനും കാര്യങ്ങൾ കൂടി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തു സ്വാദിലെ ചില ആയത്തുകളാണ് 31, 32, 33, 34 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ആദ്യം ഓതി കേൾപ്പിച്ചത്. അല്ലാഹു തആല അതിലൂടെ പറയുന്നു, വവഹബ്നാ ലിദാവൂദ സുലൈമാൻ, നാം ദാവൂദിന് പ്രദാനം ചെയ്യുകയുണ്ടായി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പ്രദാനം ചെയ്ത് അഥവാ ഓശാരമായി ഔദാര്യമായി കൊടുക്കുകയുണ്ടായി സുലൈമാനിനെ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ പുത്രൻ നബുവത്തിന്റെ കൂടി ശേഷം നബിയായി തന്നെ നിയുക്തനായ മഹാനായ പ്രവാചകനാണല്ലോ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, നിഅമൽ അബ്ദ്, അദ്ദേഹം എത്ര നല്ല അടിമയാണ്. ഇന്നഹു അവ്വാബ്, അല്ലാഹുവിങ്കലേക്ക് ധാരാളമായി ഇബാദത്തുകളും അതുപോലെ തന്നെ ഖേദപ്രകടനങ്ങളും അവനിലേക്കുള്ള മടങ്ങലും, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിങ്കലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും റബ്ബിലേക്ക് കൂടുതൽ മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന മഹാനായിരുന്നു അദ്ദേഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പറഞ്ഞിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളാണ് പിന്നീട് തുടർന്നുകൊണ്ട് പറയുന്നത്. ഇദ് ഉരിദ അലൈഹി ബിൽ അശിയി സ്വാഫിനാതുൽ ജിയാദ്, അദ്ദേഹത്തിന് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഉച്ചക്ക് ശേഷം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബിൽ അശിയി എന്നാണ്, ഒരു വൈകുന്നേര സമയത്ത്. അശിയ് എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കപ്പെടുന്നത് മിനൽ ളുഹ്രി അവിൽ അസ്രി ഇലാ ആഖിരിൻ നഹാർ, ളുഹ്ർ മുതൽക്ക് മഗ്രിബ് വരെ, അതല്ലെങ്കിൽ അസർ മുതൽക്ക് മഗ്രിബ് വരെയുള്ള സമയം. അങ്ങനെ ഏതാണ്ട് ഒരു ഉച്ചക്ക് ശേഷമുള്ള ഒരു സന്ധ്യാസമയത്ത്
മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ആ വൈകുന്നേര സമയത്ത് പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ഇത് ഉരിദ അലൈഹി, അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. ബിൽ അശി, ആ വൈകുന്നേര സമയത്ത് എന്താണ് പ്രദർശിപ്പിക്കപ്പെട്ടത്? അസ്വാഫിനാത്തുൽ ജിയാദ്. സ്വാഫിനാത്തുൽ ജിയാദ് എന്ന് പറഞ്ഞാൽ അതിവേഗതയുള്ള മുന്തിയ ഇനത്തിലുള്ള കുതിരകളാണ്. അദ്ദേഹത്തിന്റെ കുതിരപ്പട്ടാളത്തിലെ കുതിരകളെയാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളത്തിൽ കാലാൾപ്പടയുണ്ട്, കുതിരപ്പടയുണ്ട്, പലതുമുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു വൈകുന്നേര സമയത്ത് അദ്ദേഹത്തിന്റെ കുതിരപ്പട, ആ കുതിരപ്പടയിലെ കുതിരകളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കുതിരയുടെ പ്രത്യേകത പറയണം, സാഫിനാത്ത്. സാഫിനാത്ത് എന്ന് പറഞ്ഞ മേത്തരം കുതിരയാണ്. ഭാഷയിൽ അതിന് വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. സാഫിനാത്ത് വഹിയല്ലത്തി തഖിഫു അലാ സലാസതി അർജുൽ വരിജ്ലു റാബിയ തഖിഫു അലാ തർഫിഹാ ഫിരിഹാ വഖഫത്തൻ യുഹിബ്ബുഹാ അഹ്ലുൽ ഖൈൽ വഖഫത്തൻ ഫീഹാ നൗഉം മിനത് തകബ്ബുർ. സ്വാഫിനാത്ത് എന്ന് പറയുന്നത് ആ കുതിരകളെ സംബന്ധിച്ചിടത്തോളം അത് കുതിരയുടെ നോട്ടം അറിയാവുന്ന ആളുകൾക്കിടയിലും കുതിരകളുടെ ഇനങ്ങളും അവയുടേതായ പ്രത്യേകമായ ഐറ്റംസും ഒക്കെ അറിയാവുന്ന ആളുകൾക്കിടയിൽ അതിന് വലിയ പേരാണ്. അതായത് 3 കാലിൽ അതിങ്ങനെ നിന്ന് നാലാമത്തെ അതിന്റെ കാല് ഒരൽപ്പം പൊക്കിപ്പിടിച്ചിങ്ങനെ ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്ന, നമ്മൾ ചിത്രങ്ങളിലൊക്കെ ചിലപ്പോഴും കാണാറുണ്ട്. കുതിര വെറുതെ ഇങ്ങനെ നിൽക്കല്ല, 3 കാല് നിലത്ത് നിൽക്കുന്നു, മറ്റൊരു കാല് എന്ത് ചെയ്യാണിതാ മുന്നോട്ട് ഇങ്ങനെ കുതിക്കാൻ ഇങ്ങനെ അല്പം പൊക്കി, ഇങ്ങനെ കുളമ്പ് ഇങ്ങനെ പൊക്കി റെഡിയായിട്ട് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി സജ്ജമായി നിൽക്കുന്ന ആ രൂപത്തിൽ. അത് കുതിരയുടെ നോട്ടക്കാരും കുതിരയുടെ ഉടമകൾക്കുമൊക്കെ ഏറെ ആനന്ദം പകരുന്ന, സന്തോഷം പകരുന്ന പ്രൗഢ ഗംഭീരമായ ഒരു നിൽപ്പാണ്. അങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുതിരകളും മുഴുവനും യുദ്ധരംഗത്ത് ശക്തമായി തന്നെ മുന്നേറുന്ന, അതിശീഘ്രം കുതിച്ചു പായുന്ന. വിശുദ്ധ ഖുർആനിൽ കുതിരകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വൽ ആദിയാതി ളബഹ ഫൽ മൂരിയാതി ഖദഹ ഫൽ മുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതിരാവിലെ തന്നെ കുതിച്ചു പായുന്ന, അതിശീഘ്രം കുതിച്ചു പായുന്നത് മുഖേന അവയുടെ കുളമ്പുകളൊക്കെ കല്ലിൽ തട്ടിയിട്ട് തീപ്പൊരി പറപ്പിച്ച് മുന്നോട്ട് പോകുന്ന, ശത്രുവിന്റെ കേന്ദ്രത്തിൽ കയറി പ്രഭാതത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്ന, അവയുടെ ശക്തമായ ഓട്ടത്തിലും അറ്റാക്കിലും പ്രവർത്തനങ്ങളിലും ചടുലതയും കാരണത്താൽ പൊടിപടലങ്ങൾ ഉയർത്തിവിടുന്ന ഇത്തരം കുതിരകളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പൊ കുതിരകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കാണുമ്പോൾ ഒരേ കുതിരയാണ്. അതിനെ സംബന്ധിച്ച് ഇൽമുള്ള അഹ്ലുൽ ഖൈൽ, കുതിരയെ സംബന്ധിച്ചുള്ള അറിവുള്ള ആളുകൾക്ക് ഓരോ കുതിരയും അതിന്റെ ഒരു പ്രത്യേകതയും അതിന്റെ നിൽപ്പും അതിന്റെ വിലയും അതിന്റെ മൂല്യവും അതിന്റെ പ്രൗഢതയും അതിന്റെ ഗാംഭീര്യമൊക്കെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുതിരകൾ, ആ കുതിരകൾ നല്ല ചടുലതയാർന്ന, വേഗതയാർന്ന, സാഫിനാത്ത് ഇങ്ങനെ ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്ന അൽ ജിയാദ്, അൽ ജിയാദ് അത് ശീഘ്രതയുള്ള നല്ല സ്പീഡുള്ള ആ കുതിരപ്പട്ടാളം, ആ കുതിരകളെ ഇങ്ങനെ നിരത്തി അതിനിങ്ങനെ ഓടിക്കുന്ന ആ രംഗം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു വൈകുന്നേര സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതേ അതിവേഗതയുള്ള മുന്തിയവയും കാലുപൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. എന്നിട്ട് എന്താണ് ഉണ്ടായത്? എന്തിനാ അദ്ദേഹത്തിൽ ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നത്? ഇതൊക്കെ എന്തരാന്നുള്ള നിലക്ക് അഹങ്കാരം കാണിക്കാനോ പ്രൗഢി കാണിക്കാനോ അതിന്മേൽ മേനി പറയാനോ ഒന്നും ആയിരുന്നില്ല. മഹാനവറുകൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനും പ്രബോധനത്തിനും വേണ്ടി ഒരുക്കപ്പെട്ട ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും കാണുമ്പോ, അള്ളാഹ് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്, നിനക്ക് വേണ്ടിയാണല്ലോ, നിന്നോട് ശുക്ർ കാണിക്കാനാണല്ലോ, നിന്റെ ദീനിന്റെ പ്രചരണത്തിനാണല്ലോ, നിന്റെ ദീനിന്റെ ആവശ്യത്തിനാണല്ലോ എന്നൊക്കെ ഓർത്ത് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് ഓർത്തുകൊണ്ടുള്ള നോട്ടമാണത്. അതല്ലാതെ കണ്ടില്ലേ എന്റെ കുതിര കണ്ടില്ലേ എന്നുള്ള അഹങ്കാരമല്ല.
ഗർവിന്റെ നോട്ടമല്ല, മറിച്ച് ആ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ മഹാനവറുകളുടെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ രൂഢമൂലമാകുന്ന നിലക്കുള്ള ചിന്തയോടെയുള്ള ഒരു നോട്ടമാണ്. അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മഹാനവറുകൾ. എന്നിട്ട് അല്ലാഹു തആല പറയാണ് ഫഖാല, അതിങ്ങനെ കണ്ട നേരത്ത് മഹാനവറുകൾ പറഞ്ഞു, ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ് റുദ്ദൂഹാ അലയ്യ ഫതഫിഖ മസ്ഹൻ ബിസ്സൂഖി വൽ അനാഖ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ രക്ഷിതാവിന്റെ സ്മരണ നിമിത്തം ഇന്നി അഹ്ബബ്തു, ഞാനിതാ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി, ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ, ഈ നന്മയോടുള്ള സ്നേഹം ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ നന്മ, ഈ അൽ ഖൈർ എന്നവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം അൽ ഖൈൽ എന്നാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അൽ ഖൈർ എന്ന് പറഞ്ഞ ഈ നന്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അസ്സാഫിനാത്തുൽ ജിയാദ് എന്ന കുതിരപ്പടയാണ്. ആ കുതിരകളോടുള്ള എന്റെ ഈ സ്നേഹം, ആ കുതിരകളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നും അഹങ്കരിച്ചിട്ടല്ല. അന്ദിക്കിരി റബ്ബി, എന്റെ രക്ഷിതാവിന്റെ ഓർമ്മ നിമിത്തമാണ് ഞാൻ അവയെ സ്നേഹിക്കുന്നത്. എന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ വരികയാണ്. അല്ലാഹുവേ, നീ തന്നതാണല്ലോ, നിന്റെ ദീനിന്റെ പ്രചരണത്തിനാണല്ലോ, നിന്റെ ദീനിന്റെ ഈ പ്രവർത്തനങ്ങൾക്കാണല്ലോ അങ്ങനെ നീ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ എന്റെ മനസ്സിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കെ ആ കുതിരകൾ ഇങ്ങനെ ഓടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ അത് നോക്കിയിരിക്കെ ഹത്താ തവാറത് ബിൽ ഹിജാബ്, അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നിന്ന് അവ മറഞ്ഞുപോയി. ഓടി ഓടി ഇങ്ങനെ മറഞ്ഞുപോയി. ഒന്നുകിൽ അതിശീഘ്രം ആ കുതിരകൾ ഓടിയിട്ട് മഹാനവറുകളുടെ കാഴ്ചക്കപ്പുറത്തേക്ക് അത് ഓടിപ്പോയി. അതല്ലെങ്കിൽ അവയുടെ ശക്തമായ പൊടിപടലങ്ങൾ പറത്തുന്നത് മുഖേന അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ആ കുതിരകൾ മറഞ്ഞുപോയി. എന്തായിരുന്നാലും നോക്കിയിരിക്കെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നിന്ന് അവ എന്ത് ചെയ്യാണ്, തിരോധാനം ചെയ്തു, അഥവാ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നിന്ന് അവ മറഞ്ഞുപോയി. ആ സമയത്ത് അദ്ദേഹം ഒപ്പമുള്ള ആളുകളോട് പറഞ്ഞു, റുദ്ദൂഹാ അലയ്യ, റുദ്ദൂഹാ അലയ്യ ഫതഫിഖ മസ്ഹൻ ബിസ്സൂഖി വൽ അനാഖ്. കൽപ്പന കൊടുത്തു, റുദ്ദൂഹാ അലയ്യ, അവയെ എന്റെ അടുക്കലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരൂ. ആ കുതിച്ചു പായുന്ന കുതിരകളെ ഇങ്ങോട്ട് തന്നെ മടക്കിക്കൊണ്ടുവരൂ. അങ്ങനെ മടക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് ആ മെത്തരം കുതിരകൾ മഹാനവറുകളുടെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ആരംഭിച്ചു മസ്ഹൻ, തടവിക്കൊടുക്കാൻ തുടങ്ങി ബിസ്സൂഖി വൽ അനാഖ്, അവയുടെ തണ്ടങ്കാലുകളെയും പെരടികളെയും അദ്ദേഹം തടവാൻ തുടങ്ങി. നിങ്ങൾ അവയെ എന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവീൻ. റുദ്ദൂഹാ അലയ്യ ഫതഫിഖ മസ്ഹൻ ബിസ്സൂഖി വൽ അനാഖ്. എന്നിട്ട് അദ്ദേഹം ആ കുതിരകളുടെ അനാഖ് അഥവാ പെരടികളും അതുപോലെ തന്നെ സൂഖ് അവയുടെ തണ്ടങ്കാലുകളെയും തടവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കുതിര ഓടി അതിശീഘ്രം ക്ഷീണിച്ചു വന്ന് അതിന് പൊടിയുണ്ടാകും, അതിന്റെ കൈകാലുകളിൽ അഴുക്കുണ്ടാകും, അതുപോലെ തന്നെ വിയർപ്പുണ്ടാകും. അതൊക്കെ ആ സ്നേഹത്തോടുകൂടി അത് പരിചരിക്കുന്ന ഒരു ഉടമ എന്ന നിലക്ക് അവയോടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ തീറ്റിപ്പോറ്റി എന്തിനും സജ്ജമാക്കി നിർത്തിയിട്ടുള്ള ഈ കുതിരപ്പടയോട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ സ്നേഹം അദ്ദേഹം ആ കുതിരകൾ തിരിച്ചെത്തിയപ്പോ തടവിക്കൊടുത്ത് ഇങ്ങനെ കഴുത്തിങ്ങനെ തടവിക്കൊടുത്ത് കാലിങ്ങനെ തടവിക്കൊടുത്തിട്ട് അതിനോടുള്ള സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഭവം. ഇവിടെ സഹോദരന്മാരെ, ഒന്ന് രണ്ട് നിലക്ക് ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന സംഭവം എന്ന്? ഇതിലേറ്റവും പ്രബലവും വിശുദ്ധ ഖുർആനിന്റെ നേർക്ക് നേരെയുള്ള ആ കാര്യങ്ങളോട് 100% യോജിക്കുന്നതുമായ വിവരണമാണ്, അതിന്റെ വ്യാഖ്യാനമാണ് ഇപ്പൊ ഇത് അർത്ഥം പറയുമ്പോ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്.
അതായത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം വൈകുന്നേരം തന്റെ മേത്തരം കുതിരപ്പട്ടാളത്തിന്റെ ഒരു പ്രദർശനം നടത്തുകയാണ്. അങ്ങനെ അതിവേഗം അവ കുതിച്ചു മുന്നോട്ട് നീങ്ങി. വളരെ ദൂരം പോയതുകൊണ്ടോ, അതല്ലെങ്കിൽ ഇരുട്ടിയതുകൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചയിൽ നിന്ന് പൊടിപടലങ്ങൾ പറത്തിയതുകൊണ്ടോ അവയെ കാണാതായി. പിന്നീട് അവയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം കുതിരകളുടെ ആ പ്രവർത്തനവും അതിന്റെ ഓട്ടവും അതിൻ്റെതായ ശക്തമായ പ്രകടനങ്ങളും ഒക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കേണ്. അതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഒരു സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് മഹാനവറുകളുടെ ആ സന്തോഷം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ വിശ്വാസികളോട്, വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ വമിൻ റിബാത്തിൽ ഖൈൽ തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും വആഖരീന മിൻ ദൂനിഹിം ലാ തഅലമൂനഹുമുല്ലാഹു യഅലമുഹും وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون. സത്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധത്തിന് എപ്പോഴും സജ്ജമായിരിക്കണം. അതൊരു രാജ്യത്തിന്റെ ഭരണകൂടത്തോടൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. സത്യത്തെ തമസ്കരിക്കാനും അത് തകർക്കാനും വരുന്ന ശത്രുക്കൾക്കെതിരെ ഒന്നുമില്ലാതെ പറ്റൂലല്ലോ. അതിന് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കണം. കഴിയാവുന്ന നിലക്കുള്ള ശക്തികൾ സംഭരിക്കണം. ആ നിലക്ക് കുതിരപ്പടയും അതുപോലെ തന്നെ ശക്തികളും എന്തിന്? അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഭീതിപ്പെടുത്താൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത മറ്റു പലരുമുണ്ട്, അവരും പേടിക്കാൻ വേണ്ടി. അതിലേക്കൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതെന്തും നിങ്ങൾക്ക് പരിപൂർണമായും തിരിച്ചു നൽകപ്പെടും. നാളെ പരലോകത്ത് നിന്ന് ഒരിക്കലും നിങ്ങളോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുന്നതല്ല എന്ന് അല്ലാഹു തആല സൂറത്തുൽ അൻഫാലിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് മഹാനവറുകൾ ഈ കുതിരകളെ സ്നേഹിക്കുന്നത്. ഈ കുതിരകൾ കേവലം അദ്ദേഹത്തിന് ആർഭാടത്തിനുള്ള കുതിരകളല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനുള്ളതാണ്. അങ്ങനെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുള്ള കുതിരകൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് വമ്പിച്ച പ്രതിഫലങ്ങളാണ് പറഞ്ഞത്. മനിഹ്തബസ ഫറസൻ ഫീ സബീലില്ലാ ഈമാനൻ ബില്ലാഹ് വതസ്ദീഖൻ ബിവഅദിഹി ഫഇന്ന ശിബഅഹു വരിയഹു വറൗസഹു വബൗലഹു ഫീ മീസാനിഹി യൗമൽ ഖിയാമ. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. എന്താ അതിൽ പറയുന്നത്? ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുതിരയെ തീറ്റിപ്പോറ്റുകയാണ്, അതിനെ വളർത്തിയുണ്ടാക്കുകയാണ്. ഈമാനൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം അടിത്തറയായിട്ടുള്ള നിലക്ക്. അള്ളാഹു നമുക്ക് അതിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ വാഗ്ദത്തങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിലക്ക് ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഒരു കുതിരയെ വളർത്തിയുണ്ടാക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇതിന്റെ മഹത്വം. ഫഇന്ന ശിബഅഹു, അത് വയറ് നിറക്കുന്നതും, വരിയഹു, അത് ദാഹം തീർക്കുന്നതും, വറൗസഹു, അത് കാഷ്ടമിടുന്നതും, വബൗലഹു, അത് മൂത്രമൊഴിക്കുന്നതും എല്ലാം അത് ഫീ മീസാനിഹി യൗമൽ ഖിയാമ, ഉടമയുടെ പരലോകത്ത് അദ്ദേഹത്തിന്റെ നന്മയുടെ തുലാസിൽ കനം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം അൽ ഖൈലു സലാസ, പല കുതിരകളെയും സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുവാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുക്കി നിർത്തപ്പെട്ട കുതിരകൾ, അത് മുഖേന ഒരു സത്യവിശ്വാസിക്ക് നരകത്തിൽ നിന്ന് സുരക്ഷിതത്വമുണ്ട്, അവന് സ്വർഗമുണ്ട്. നാളെ പരലോകത്ത് അവന് അത് മുഖേന അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണുള്ളത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ ദീനിന് സഹായകരമാകുന്ന നിലക്കുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ടാകും എന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അത്തരത്തിൽ നിർത്തപ്പെട്ടിട്ടുള്ള കുതിരകൾ അത് മേയുമ്പോഴും അതിൻ്റെതായ ഏത് രൂപത്തിൽ അത് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം ഹസനാത്തുകളായിട്ട് അതിന്റെ ഉടമക്ക് രേഖപ്പെടുത്തപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്.
മാത്രമല്ല ഫീ നവാസിഹാ അൽ ഖൈർ, അതിന്റെ മൂർധാവിലാണ് നന്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് മുഖേന വിശ്വാസിക്ക് ഒരുപാട് ഖൈർ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് കുതിരകൾ യുദ്ധോപകരണമാണ്, യുദ്ധരംഗത്തുള്ള ശക്തമായി അറ്റാക്ക് ചെയ്യുവാനുള്ള സംവിധാനങ്ങളാണ്. ഇന്നിന്റെ കാലമല്ല അന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വമ്പിച്ച മേത്തരം കുതിരകളും അവയെ വില കൊടുത്തു വാങ്ങലും അള്ളാന്റെ മാർഗത്തിലേക്ക് സംഭാവന ചെയ്യലും അതിനെ തീറ്റിപ്പോറ്റലും അതിനെ നോക്കലും അതിന്റെയോടുള്ള സ്നേഹവും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. അതാണ് ഇവിടെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈർ, ഈ നന്മയോടുള്ള, ഈ കുതിരയോടുള്ള സ്നേഹം എനിക്ക് വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. അൻദിക്രി റബ്ബി, എന്റെ റബ്ബിനോടുള്ള സ്മരണ നിമിത്തമാണ് ആ സ്നേഹം എനിക്കുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ആ കുതിരകളെ കണ്ട് സന്തോഷിക്കുന്നു, അള്ളാഹ് നൽകിയ നിഅമത്തിൽ സന്തോഷിക്കുന്നു, അവയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കാണുന്നു, തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അവയുടെ പ്രകടനം അവസാനിച്ച് തിരിച്ചെത്തിയപ്പോ ഉടമ എന്ന നിലക്ക് അതിനോടുള്ള ആ അള്ളാന്റെ മാർഗത്തിലുള്ള കുതിരകൾ എന്ന നിലക്ക് അവയെ തലോടുന്നു, കഴുത്തിൽ പെരടിയിൽ തലോടുന്നു, തണ്ടങ്കാലുകൾ തലോടിക്കൊടുക്കുന്നു. അങ്ങനെ ആ സ്നേഹപ്രകടനം ഇങ്ങനെ മഹാനവറുകൾ നടത്തിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമുള്ളത്, അത് പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനങ്ങളോട് 100% പലപ്പോഴും യോജിക്കുന്നില്ല. അതെന്താണ് ആ വ്യാഖ്യാനം? കുതിരപ്പട്ടാളത്തിന്റെ പ്രദർശനത്തിൽ ശ്രദ്ധ മുഴുകിയ ഒരു നിമിത്തം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുതിരപ്പട്ടാളത്തെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുത്തൊരു നിമിത്തം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വൈകുന്നേരത്തെ നിസ്കാരം നിർവഹിക്കുന്ന കാര്യം മറന്നുപോയി. വൈകുന്നേര സമയത്തുള്ള നിസ്കാരം മറന്നുപോയി. ഇതിങ്ങനെ കണ്ട് ആനന്ദിച്ച് നിന്നിട്ട് നിസ്കാരത്തിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. അങ്ങനെ സൂര്യാസ്തമനത്തിന്റെ ശേഷമാണ് മഹാനവറുകൾക്ക് ഓർമ്മ വന്നത്, അയ്യോ സമയം കഴിഞ്ഞല്ലോ. അപ്പൊ മഹാനവറുകൾക്ക് തോന്നി, എന്റെ നിസ്കാരത്തിൽ നിന്ന് ഇപ്പൊ എന്റെ ശ്രദ്ധ തിരിച്ചത് ഇപ്പൊ ഈ കുതിരകളല്ലേ, അതുകൊണ്ട് അവയെ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? സ്നേഹത്തോടെ അതിന്റെ തണ്ടങ്കാലിലും കാലിലും ഒക്കെ തടവിക്കൊടുത്തു എന്നല്ലേ ഇതിന് പറയുന്നത്. കാലും കഴുത്തൊക്കെ വെട്ടിമുറിച്ചു, അതിന്റെ മാംസം ദാനം ചെയ്തു. ഇത് നോക്കി നിന്നിട്ടല്ലേ ഇപ്പൊ എന്റെ നിസ്കാരം ഫസാദായി പോയത്, നിസ്കാരം സമയം തെറ്റിപ്പോയത്. അതുകൊണ്ട് ഇനി ഇവ വേണ്ട, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള തന്നെയാണ്, അതുകൊണ്ട് ഇവയുടെ ഇതൊക്കെ അറുത്ത് മാംസം ദാനം ചെയ്യാം എന്ന് പറഞ്ഞ് ആ കുതിരകളെ അദ്ദേഹം അറുത്ത് കളഞ്ഞു എന്നാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഉദ്ദേശം പെരടിയും തണ്ടങ്കാലും ഒക്കെ വെട്ടിമുറിച്ച് അറുത്ത് മാംസമാക്കി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളുമായി ധാരാളം കാര്യങ്ങളിൽ യോജിപ്പുള്ള വ്യാഖ്യാനം ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ്. ഇബ്നു ജരീർ തബരി, അതുപോലെ തന്നെ തഫ്സീർ റാസി പോലെയുള്ള പല മുഫസ്സിരീങ്ങളും ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേറെയും കുറെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതൊന്നും ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായത്തിന്റെ അടുത്ത് പോലും എത്താത്ത വേറെയും കുറെ വ്യാഖ്യാനങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ഈ ആദ്യത്തെ വ്യാഖ്യാനത്തിന് പ്രബലത നൽകുന്നു, പ്രബലത കാണുന്നു. കാരണം അതാണ് ശുദ്ധ ഖുർആനി പറഞ്ഞ ആശയത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉപമയോ അലങ്കാരമോ ഒന്നും ആക്കാതെ തന്നെ നേർക്ക് നേരെ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാനുള്ളത്. പിന്നെ അൻദിക്രി റബ്ബി എന്ന് പറഞ്ഞില്ലേനാണ്, എന്റെ റബ്ബിന്റെ സ്മരണയെ വിട്ട് എന്നെ തെറ്റിച്ചു കളഞ്ഞു എന്നാണല്ലോ. അങ്ങനെയല്ലേ, അന്നല്ലേ? അത് വിശദീകരിച്ച ലോകത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, അൻ എന്നതിന്റെ അതേ സ്ഥാനത്ത് മിൻ എന്ന അർത്ഥത്തിന്, അഥവാ അത് കാരണമായിക്കൊണ്ട് എന്ന് അൻ എന്ന് ഉപയോഗിച്ചിടത്തും അർത്ഥം വെക്കുന്നതിന് ഭാഷയിൽ വിരോധമില്ല. അതോടുകൂടെ ആ സംശയങ്ങളൊക്കെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഈ ഒരു വ്യാഖ്യാനത്തിനാണ് പ്രബലതയുള്ളത് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ എന്നെയും നിങ്ങളെയും ധരിപ്പിച്ചത്. അപ്പൊ അതാണ് സഹോദരന്മാരെ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ തന്റേതായ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സ്നേഹം മാനവറുകൾക്ക് എപ്പോഴും തന്റെ പട്ടാളത്തെ കാണുമ്പോഴും തന്റേതായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും കാണുമ്പോഴും ഒരിക്കലും ഒരു റിയാൽ തോന്നിയിട്ടില്ല, അഹങ്കാരം തോന്നിയിട്ടില്ല. എല്ലാം അള്ളാഹിന്റെ മാർഗത്തിലേക്ക് എനിക്കെന്റെ റബ്ബ് തന്നത് അതാണല്ലോ, എനിക്കെന്റെ റബ്ബ് തന്നത്. മഹാനവറുകളുടെ എപ്പോഴും പ്രാർത്ഥന എന്തായിരുന്നു? ഏത് നിഅമത്ത് കണ്ടാലും അപ്പോഴൊക്കെ പറയലെന്താ?
കണ്ടില്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടില്ലേ, ഉറുമ്പുകളുടെ സംസാരം മനസ്സിലായപ്പോഴും മഹാനവറുകൾ ഒരിക്കലും ഒരു നിലക്കും മനസ്സിലൊരു കിബിറ് തോന്നിയില്ല. അവിടെയും വിനയത്തോടെ പ്രാർത്ഥിക്കാ ചെയ്തത്. റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നമ്മൾ പഠിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. കണ്ടോ അവിടെയൊക്കെ. അപ്പൊ ഇതും അതുപോലെ ഈ തന്റെ പട്ടാളത്തിലുള്ള ഈ മെത്തരം കുതിരകളുടെ പ്രകടനമൊക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ നിന്നു പോയി. എന്താണ് കാരണം? അല്ലാഹ് നിനക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ, ഒക്കെ നിന്റെ ദീനിന് വേണ്ടി, നിന്റേതായ ആ പ്രത്യേകമായ ദീനിന്റെ ആ പ്രചരണത്തിനും അതിൻ്റെതായ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി ഇസ്ലാമിനെതിരിൽ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാൻ ആ നിലക്കുള്ള കൃത്യമായ ഒരു ബോധത്തോടെ മഹാനവറുകൾ അവയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം. ഇനി തുടർന്നുകൊണ്ട് പറയുന്ന മറ്റു സംഭവം, ഈ സംഭവം അവസാനിച്ചു. അതിന്റെ തുടർച്ചയായി കൊണ്ട് തന്നെ സൂറത്തു സാദിൽ അല്ലാഹു തആല പറയാണ് മറ്റൊരു സംഭവം. വലഖദ് ഫതന്നാ സുലൈമാൻ വലഖദ് ഫതന്നാ സുലൈമാന വഅൽഖൈനാ അലാ കുർസിയിഹി ജസദാ വഅൽഖൈനാ അലാ കുർസിയിഹി ജസദാ സുമ്മ അനാബ ഖാല റബ്ബി ഇഗ്ഫിർ ലീ വഹബ് ലീ മുൽകൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. വലഖദ് ഫതന്നാ സുലൈമാന, സുലൈമാനെ നാം പരീക്ഷണം നടത്തുകയുണ്ടായി. അല്ലാഹു തആല പറയുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചത് നമ്മൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ വായിച്ചു. മഹാരഥന്മാരായ ആളുകൾക്കൊക്കെ പരീക്ഷണങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ മഹാരഥന്മാരെ തേടി വന്നിട്ടുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾ വരാതെ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല എന്ന പ്രത്യേകമായ അറിയിപ്പും ഈ ലോകത്തോട് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, സൂറത്തുൽ അൻകബൂത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹു എന്താ ചോദിക്കുന്നത്? അഹസിബൻ നാസ് അൻ യുത്റകൂ അഹസിബൻ നാസ് അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. അൻകബൂത്തിലെ തുടക്കം തന്നെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അഹസിബൻ നാസ്, ജനങ്ങൾ വിചാരിച്ചു പോയോ, ആളുകൾ കണക്ക് കൂട്ടിയോ, വിചാരിച്ചു പോയോ, അയ്യുത്രക്കൂ അവരെ അങ്ങ് വെറുതെ വിടപ്പെടുമെന്ന്. എങ്ങനെ? അയ്യഖൂലു, അവര് പറയുന്നത് കൊണ്ട് മാത്രം, ആമന്നാ, ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, ഞങ്ങളൊക്കെ ഈമാനുള്ളവരാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, അങ്ങനെ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അങ്ങ് വെറുതെ വിടപ്പെടുമെന്ന് വിശ്വാസികൾ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ, പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ വളരെ സുഖത്തോടെ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാന്ന് പറഞ്ഞ് അങ്ങ് ജീവിച്ച് സ്വർഗത്ത് പോകാമെന്ന്, അങ്ങനെ അങ്ങ് വിട്ടുകളയപ്പെടുമെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടോ? ആ ചോദ്യം ചോദിച്ചിട്ട് റബ്ബ് പിന്നെയും പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരെയും തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട്, പലരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ, എന്തിനാണ് ഈ പരീക്ഷണം? അവരിൽ ഈ പറയുന്ന വാക്കിനോട് ഞങ്ങൾക്ക് ഈമാനുണ്ടെന്ന് പറയുന്ന എത്ര പേർക്ക് ആ വാക്കിനോട് കൂറു പുലർത്താൻ കഴിയുന്നുണ്ട്? ആരൊക്കെയാണ് അവരിൽ സത്യം പറയുന്നവരെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. വലയഅലമന്നൽ കാദിബീൻ,
അതല്ല വെറുതെ തൊള്ള കൊണ്ടത് പറയാ എന്നുള്ളതല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പരീക്ഷണത്തെ നേരിടാൻ കഴിയാതെ നിരാശപ്പെട്ടുകൊണ്ട് കാഫിറായി പോകുന്ന, കുഫറിലേക്ക് പോകുന്ന, അതല്ലെങ്കിൽ നിരാശയുടേതായ ഇസ്ലാം വിലക്കിയിട്ടുള്ള ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന, അതുമല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ക്ഷമകേട് കൊണ്ട് വിളിച്ചു പറയുന്ന, അതല്ലെങ്കിൽ ചെയ്യരുതാത്ത ഒരുപാട് കാര്യങ്ങൾ മാറത്തടിച്ചും ശരീരത്തെ പീഡിപ്പിച്ചുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഏതെല്ലാം നിരക്ക് നെറുകേടിന്റെ വാക്കുകളും അക്ഷമയുടെയും സഹനമില്ലായ്മയുടെയും പ്രകടനങ്ങൾ പ്രകടിപ്പിക്കാനാകുമോ അതൊക്കെ പ്രകടിപ്പിക്കുന്നവർ ആരൊക്കെയുണ്ട്? ഏത് പരീക്ഷണം വന്നാലും പതറാതെ പിടിച്ചു നിൽക്കാനും കരുത്തോടെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതെ സത്യസന്ധനായി തന്നെ ജീവിക്കാൻ ആർക്കൊക്കെ പവറുണ്ട് എന്നറിയുവാനുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങൾ ഉണ്ടാവും, സഹിക്കണം എന്നൊക്കെ പറയാനും ലേഖനം എഴുതാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ താങ്ങാനാവാതെ പലപ്പോഴും നമ്മൾ പലതും ചെയ്തു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ ഒരു പ്രത്യേകമായ തൗഫീഖ് അതിന് വേണം. അതാ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കിടക്കുന്നത്. ആമന റസൂൽ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ ഏറ്റവും അവസാനമുള്ള 2 ആയത്തുകളിലൂടെ അത് പറയാത്ത ഒരു രാത്രി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ആയത്തുൽ കുർസി ഓതാത്തൊരു രാത്രി ഉണ്ടായിട്ടില്ലല്ലോ. ആമന റസൂലു എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ അൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള വചനങ്ങൾ ഓതാത്തൊരു ദിവസം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അത് രണ്ടും നമ്മുടെ തൗഹീദും നമ്മുടെ ഈമാനും നമ്മുടെ തവക്കുലും നമ്മുടെ മനസ്സിന്റെ കരുത്തുമൊക്കെ പരിപോഷിപ്പിക്കുന്ന വചനങ്ങളാണ്. എന്താ അതിൽ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്? നമ്മുടെ വിശ്വാസം, അള്ളാഹുവിനുള്ള വിശ്വാസം, പ്രവാചകന്മാർക്ക് ആർക്കിടയിലും ഒരു ഭേദവും കൽപ്പിക്കാതെ എല്ലാവരെയും ആദരിച്ച് ഒരു നബിയെയും ചീത്ത പറയാതെ ഒരു നബിയെയും നിഷേധിക്കാതെ എല്ലാ നബിമാരെയും അംഗീകരിച്ച് അള്ളാഹുവേ ഞങ്ങളിതാ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ നിന്റെ ദൂതന്മാർക്കിടയിൽ, അള്ളാഹുവിന്റെ ദൂതന്മാർക്കിടയിൽ ഒരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല, ചിലരെ വിശ്വസിക്കുക ചിലരെ തള്ളിക്കളയുക എന്ന പിഴച്ചുപോയ യഹൂദിയുടെ വിശ്വാസം ഞങ്ങൾക്കില്ല, പിഴച്ചുപോയ നസറാനികളുടെ വിശ്വാസം ഞങ്ങൾക്കില്ല, ഒരു നബിമാരെ സംബന്ധിച്ചു ഞങ്ങൾക്ക് മോശപ്പെട്ട ഒരു ചിന്താഗതിയുമില്ല, ഞങ്ങളെല്ലാം അടിയുറച്ച് വിശ്വസിച്ചവരാണ് റബ്ബേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നില്ലേ? എന്താ ചോദിക്കുന്നത്? വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, സഹിക്കാനാവാത്തത് തരരുത് റബ്ബേ, സഹിക്കാനാവാത്തത് വഹിപ്പിക്കരുതേ, ഞങ്ങളെ കൊണ്ട് ഏറ്റാൻ കഴിയാത്ത ഭാരം തരരുത് റബ്ബേ. അതൊരു വല്ലാത്ത ദുആയാണ്. മനസ്സറിഞ്ഞു പറയണം. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കെടുതികൾ വരാം, ശാരീരിക രോഗങ്ങൾ വരാം, മാനസികമായ ആഘാതങ്ങൾ ഇവയിലൂടെയൊക്കെ സംഭവിക്കാം, കുടുംബത്തിലെ പ്രതിസന്ധികൾ വരാം, ഒരു രാജ്യത്തിന്റെ പ്രതിസന്ധികൾ വരാം, ആദർശ രംഗത്തുള്ള വെല്ലുവിളികൾ വരാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന നിലക്കുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ മനസ്സിന്റെ കൺട്രോൾ തെറ്റാതെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തും അതിനുള്ള ഒരു പവറുമാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. അള്ളാഹുവേ, താങ്ങാനാവാത്തത് തരരുത് റബ്ബേ, വഹിക്കാൻ കഴിയാത്ത ഭാരം ചുമത്തിക്കരുത് റബ്ബേ. ഫഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാ രാത്രികളിലും നമ്മളത് പറയണ്ടേ. ഒരു രാത്രി അവസാനിക്കുമ്പോ നമ്മളത് പറയണ്ടേ. അതേ, നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റാലും എനിക്ക് ആദർശത്തിൽ ധൈര്യം വേണം. എനിക്കെന്ത് പരീക്ഷണം തന്നാലും അതെന്റെ റബ്ബ് തീരുമാനിക്കുന്ന പരീക്ഷണങ്ങളാണ്. അതിലെനിക്ക് പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയണം. റബ്ബിന്റെ ഖദാ ഖദറിൽ അടിയുറച്ച് വിശ്വസിക്കണം. അവൻ എനിക്ക് നന്മ തന്നാലും അഹങ്കരിക്കാതെ അതിന് പ്രതിഫലം കിട്ടുന്ന നിലക്ക് നല്ല നന്ദിയോടെ ജീവിക്കണം. എനിക്ക് വല്ല മുസീബത്തും തന്നാലോ ആ മുസീബത്തുകൾ അള്ളാഹ് വിധിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുമ്പോ അതിലൂടെയും അവന് സ്വർഗമാണല്ലോ കിട്ടുന്നത്. അല്ലദീന ഇദാ സ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നു,
മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവും, പല നിലക്ക് പരീക്ഷണം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഓ വിശ്വാസികളെ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാ പറയുന്നത്. പരീക്ഷിക്കും എന്നൊഴുക്കൻ മട്ടിലല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ലാമത്ത് തഅ്കീദിനാണ്, അത് ഉറപ്പിക്കാനാ പറയുന്നത്. ജീവിതത്തിൽ വന്നേക്കും, അത് പരീക്ഷണം വന്നിട്ട് ചിന്തിച്ചാ പോരാ. ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ഈമാനുണ്ടോ, കൂടുതൽ പരീക്ഷണം എനിക്ക് വന്നേക്കും. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ ഫല്ലംസലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേറെ റിപ്പോർട്ടുകളിൽ കാണാം, ഏറ്റവും കൂടുതൽ അള്ളാന്റെ പരീക്ഷണത്തിന് വിധേയരാകുന്നത് അള്ളാനോട് ഏറ്റവും അടുപ്പമുള്ള അമ്പിയാക്കളായിരിക്കും. പിന്നീട് അവരോടടുത്തവർ, അഥവാ ശ്രേഷ്ഠതയിൽ പിന്നീട് തൊട്ട് താഴെയുള്ളവർ, പിന്നീട് തൊട്ട് താഴെയുള്ളവർ. അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോ ഈമാനുള്ള മനുഷ്യൻ പറയേണ്ടത് അല്ലാഹ് എനിക്കൊരു ഖൈറിനായിരിക്കും തന്നിട്ടുള്ളത് എന്നോർത്ത് സഹിക്കാൻ കഴിയണം. അതാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് പേടി തന്നുകൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ വിശപ്പ് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തികമായ പ്രതിസന്ധി തന്നുകൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ വൽ അൻഫുസി, ശാരീരികമായ കമ്മികൾ കൊണ്ട് പരീക്ഷിക്കും. രോഗം നിമിത്തമോ അതുപോലെ തന്നെ മരണം കൊണ്ടോ. വസ്സമറാത്തി, കായികനികളുടെയും ഉൽപ്പന്ന വസ്തുക്കളുടെയും ഒക്കെ കമ്മി മുഖേനയും നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായേക്കും. അന്നേരം നിങ്ങൾ എന്താ വേണ്ടത്? പ്രകൃതിയെ കുറ്റം പറയണ്ട, മറ്റ് കാലാവസ്ഥയെ കുറിച്ച് ചിന്തിക്കണ്ട, അതിന് മറ്റ് കാരണങ്ങളൊക്കെ നീ കണ്ടെത്തണ്ട. മറിച്ച് നീ ചിന്തിക്കേണ്ടത് ഇതെന്റെ റബ്ബ് പറഞ്ഞ കാര്യമാണ്, ഞാൻ പതറാൻ പാടില്ല. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹ് പറയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ക്ഷമാലുക്കളോട് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ആരാണ് ക്ഷമാലുക്കൾ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് വല്ല വിപത്തുകളും ബാധിച്ചാൽ, ഏത് വിപത്തുകൾ ബാധിച്ചാലും ഖാലൂ, അവര് പറയും ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. അല്ലാഹ്ക്ക് ഞങ്ങളിൽ എന്തും തീരുമാനിക്കാൻ അവകാശമുണ്ട്. അവൻ ഞങ്ങളുടെ യജമാനനാണ്, അവൻ ഞങ്ങളിലെല്ലാം തീരുമാനിക്കുന്നവനാണ്. അവനെന്തും ഞങ്ങളിൽ ചെയ്യാം, അവൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവനാണ്. ലാ യസ്അലു അമ്മാ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹ് നീ എന്തിനെന്നോട് ഇത് ചെയ്തു എന്ന് ചോദിക്കാൻ വകുപ്പില്ല. നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം റബ്ബ് നമുക്ക് ഏർപ്പെടുത്തുമ്പോ അതിൽ ഭാവിയിൽ നമുക്ക് ഖൈറാണോ ശർറാണോ എന്ന് നമ്മുടെ കൊച്ചുബുദ്ധിക്കറിയില്ലല്ലോ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂന, നിങ്ങൾക്കറിയില്ല ജനങ്ങളെ, അല്ലാഹ്ക്കാണ് അറിയുക. അതൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ പറയണം ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. അല്ലാഹ്ക്ക് ഞങ്ങളിൽ എന്തും വിധിക്കാം, സമ്മതമാണ് റബ്ബേ, തൃപ്തിയാണ്. ചീത്ത പറയില്ല ഞങ്ങൾ മാറത്തടിക്കില്ല. ഞങ്ങളുടേതായ അക്ഷമകളൊന്നും നിനക്ക് പൊരുത്തമില്ലാത്തത് ചെയ്യൂല, പൊരുത്തമില്ലാത്ത വാക്ക് പറയൂല. ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങി പോകേണ്ടവരുമാണ്. അങ്ങനെ മനസ്സറിഞ്ഞു പറയാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയുന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞതെന്താ? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ട്. അവർക്കാണ് ഹിദായത്ത് കിട്ടിയവർ. എത്രയെത്ര ദമ്പതികളുണ്ട് ആകെ ജീവിതത്തിൽ ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞിനെ ഏതാണ്ട് വളർച്ചയുടെ കാലഘട്ടം എത്തിയപ്പോൾ അല്ലാഹു കൊണ്ടുപോയി. എത്രയോ ദമ്പതികൾ, രക്ഷിതാക്കളുടെ മക്കൾ കൊച്ചുനാളിലെ മരണപ്പെട്ടു പോയില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അങ്ങനെ തന്റെ കരളങ്ങ് പറിച്ചെടുത്ത് കൊണ്ടുപോയപ്പോഴും എന്തിന് റബ്ബേ നീ എന്നോട് കൊടും ചതി ചെയ്തു, കൊടും പാതകം ചെയ്തു എന്ന് ചോദിക്കാതെ അല്ലാഹുവേ
നിന്റെ വിധിക്ക് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്, നിന്റെ തീരുമാനത്തോടെ എനിക്ക് തൃപ്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ആ തീരുമാനത്തിൽ അതേ തൃപ്തിപ്പെട്ട് കഴിച്ചുകൂട്ടിയ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ബൈത്തുൽ ഹംദ് എന്ന പേരിലുള്ള പ്രത്യേക സ്വർഗമുണ്ടെന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഇസ്ലാം പറയുന്നത്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് റബ്ബിങ്കൽ നിന്നുള്ള ഗുണങ്ങളുള്ളത്, അവർക്കാണ് കാരുണ്യമുള്ളത്, അവര് തന്നെയാണ് നേർമാർഗത്തിലെത്തിയവരും. അതൊരു വല്ലാത്തൊരു പ്രതിഫലം, വല്ലാത്തൊരു കഴിവാണ് റബ്ബേ അത്. സഹോദരങ്ങളെ, നമുക്കത് കിട്ടണം, അള്ളാഹിനോട് തേടണം. അള്ളാഹിനോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നറിയോ, അള്ളാഹ് വഹിക്കാൻ കഴിയാത്തതൊന്നും തരരുത്, തന്നാലോ ക്ഷമിക്കാൻ കഴിയണം, തന്നാലോ ക്ഷമിക്കാൻ കഴിയണം. എന്തൊക്കെ രോഗങ്ങളും എന്തൊക്കെ കാര്യങ്ങളും കൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ? അള്ളാഹു നമ്മയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് തരുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അള്ളാഹ് വെറുത്തിട്ടാണെന്നും ആരും വിചാരിക്കരുത്. അള്ളാഹ്ക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുമ്പോൾ കൂടുതൽ പരീക്ഷണം ഉണ്ടാവും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളെ അള്ളാഹ് ഏറെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്ന അമ്പിയാക്കളാണ്. ഫല്ലംസൽ, പിന്നീട് അവരോട് ശ്രേഷ്ഠതയിൽ എടുത്തവർ, പിന്നീട് അവരോട് ശ്രേഷ്ഠതയിൽ എടുത്തവർ എന്നാണ്. അപ്പൊ ഇങ്ങനെ പരീക്ഷിക്കും എന്തിനാണ്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ ആർക്കൊക്കെ ആ മുഅ്മിനാണെന്ന് പറയുന്ന വാക്കിൽ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്, ആരൊക്കെ ആ വാക്കിനോട് കൂറു പുലർത്താതെ തെറ്റിപ്പോകുന്നുണ്ട്, ഇസ്ലാമികമായ ആദർശത്തിൽ നിന്ന് നോക്കാൻ തന്നെയാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളൊന്നും തരാതെ, അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് സഹിക്കാനുള്ള വലിയ മനക്കരുത്തും അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇവിടെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയാണ്, വലഖദ് ഫതന്നാ സുലൈമാൻ. സുലൈമാനെ നാം പരീക്ഷിക്കുകയുണ്ടായി, സുലൈമാനെ നാം പരീക്ഷണം നടത്തുകയുണ്ടായി. എന്നിട്ട് എന്താണ് ആ പരീക്ഷണം എന്ന് പരിശുദ്ധ ഖുർആനോട്ട് പറഞ്ഞിട്ടുമില്ല. ആ പരീക്ഷണം എന്തായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക നിലയ്ക്ക് ഖുർആനിലോ ഹദീസിലോ ഒരു കൃത്യമായ അതാണ് ഇതിന്റെ ശരിക്കുള്ള വിവരണം എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു വിവരണമില്ല. എന്നാൽ നമ്മൾ തുടർന്നുകൊണ്ട് എന്താ പറയുന്നത്? വഅൽഖൈനാ അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്. വഅൽഖൈനാ അലാ കുർസിയിഹി, അദ്ദേഹത്തിന്റെ പീഠത്തിന്മേൽ അഥവാ സിംഹാസനത്തിന്മേൽ നാം ഇടുകയുമുണ്ടായി. എന്തിനെ? ജസദൻ, ഒരു ശരീരത്തെ. അദ്ദേഹത്തിന്റെ പീഠത്തിന്മേൽ, സിംഹാസനത്തിന്മേൽ നാം ഒരു ശരീരത്തെ ഇടുകയും ചെയ്തു. സുമ്മ അനാബ്, പിന്നീട് അദ്ദേഹം അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വിനയപ്പെട്ടു. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിന്റെ ശേഷം മഹാനവറുകൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയും അല്ലാഹു എടുത്തു പറയുന്നു. എന്താണ് പ്രാർത്ഥിച്ചത്? ഖാല റബ്ബി ഗ്ഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തു തരണമേ. ആ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെന്തോ ഒരു അരുതാത്തത് സംഭവിച്ചു എന്ന സൂചനയാണ് ആ പറയുന്നത്. ഉടനെ മഹാനവറുകൾ അല്ലാഹുവിനോട് എനിക്ക് പുറത്തു തരണേ അല്ലാ. മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിന്റെ തേട്ടം വഹബിലി, നീ എനിക്ക് നൽകണമേ, നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. മുൽക്കൻ, ഒരു രാജാധിപത്യം. എങ്ങനത്തെ ആധിപത്യമാണ്, എങ്ങനത്തെ രാജത്വമാണ് നീ എനിക്ക് പ്രദാനം ചെയ്യേണ്ടത്? ലാ യംബഗീ ലിഅഹദിൻ മിൻ ബഅദി, എന്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത അഥവാ സൗകര്യപ്പെടാത്ത നിലക്കുള്ള ഒരു രാജത്വം, എനിക്ക് ശേഷം വേറെ ഒരാൾക്കും അങ്ങനെയുള്ള ഒരു രാജത്വം കിട്ടാൻ പാടില്ല. ആ നിലക്കുള്ള ഒരു രാജത്വത്തെ നീ എനിക്ക് സൗകര്യപ്പെടുത്തി തരണമേ. ഇന്നക അൻതൽ വഹാബ്, നീയല്ലോ ഏറ്റവും കൂടുതൽ മഹാദാനശീലനായുള്ളവൻ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഇവിടെ വലഖദ് ഫതന്നാ സുലൈമാൻ. അതുപോലെ തന്നെ വഅൽഖൈനാ അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ് എന്ന് പറഞ്ഞല്ലോ. വഅൽഖൈനാ അലാ കുർസിയിഹി ജസദൻ, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്മേൽ, രാജപീഠത്തിന്മേൽ ഒരു ശരീരത്തെ നാം ഇടുകയും ചെയ്തു.
സുമ്മാനാബ, പിന്നീട് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും ചെയ്തു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇവിടെ പല ആൾക്കാരും പല കള്ളക്കഥകളും കെട്ടുകഥകളും ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മഹിതമായ മഹത്വത്തിന് യോജിക്കാത്ത നിലക്കുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പലയിടത്തുമായി നിറഞ്ഞു കിടക്കുകയാണ്. എല്ലാം യഹൂദികളിൽ നിന്നും അവരുടെ കഥകളിൽ നിന്നുമൊക്കെ കയറിക്കൂടിയ ഒരുപാട് വിശദീകരണങ്ങൾ. അതായത് അതിന്റെ ഒരു ചുരുക്ക വിവരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഈ പറയുന്ന ആയത്തിന് അവർ പലരും നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അതെന്താ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരത്തിന്റെ പവറൊക്കെ നിലനിന്നിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാന്ത്രിക മോതിരം ഉണ്ടായിരുന്നു എന്നാണ്. സുലൈമാൻ നബിയുടെ കയ്യിൽ ഒരു മാന്ത്രിക മോതിരം ഉണ്ടായിരുന്നു പോലും. അതുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ഖാത്തമു സുലൈമാൻ അറിയപ്പെടുന്നത്. ഈ ഇസ്മിന്റെയും സിഹിറിന്റെ ഒക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ സുലൈമാൻ ഹൈക്കൽ സുലൈമാൻ, ഖാത്തം സുലൈമാൻ എന്നൊക്കെ പറയുന്നതാണ്. തനിച്ച ശൈത്താന്റെ ദുർബോധന. അപ്പൊ അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പവറൊക്കെ ഈ ഒരു മോതിരത്തിലായിരുന്നു. അങ്ങനെ ഈ മോതിരം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ശൈത്താന്മാരെ എല്ലാം അങ്ങനെ ഏത് കാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? മോതിരം ധരിക്കണം. അങ്ങനെ മോതിരത്തിലായിരുന്നു എല്ലാം. എന്നാലോ അദ്ദേഹം ഹമ്മാമിലേക്ക് കയറുമ്പോ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോ ഈ മോതിരം കൊണ്ടുപോകാറും പതിവില്ല. കഥയുടെ പോക്ക് നോക്കണം. അങ്ങനെ മഹാനവറുകൾ ഒരു ദിവസം ഹമ്മാമിലേക്ക് പ്രവേശിക്കാൻ നേരത്ത് തന്റെ ഭാര്യയുടെ കയ്യിൽ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ കയ്യിൽ ഈ മോതിരം ഊരിക്കൊടുത്തു. ഹമ്മാമക്ക് കയറി. ഹമ്മാമക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം കയറി തക്കം നോങ്ങിയിട്ട് ശൈത്താൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒറിജിനൽ കോലത്തിലാണ് വന്നു. ഒറിജിനൽ കോലത്തിൽ സുലൈമാൻ നബിയുടെ വേഷത്തിൽ ആര് വരെയാണ്? ശൈത്താൻ വരെയാണ്. ശൈത്താൻ വന്നിട്ട് ഈ ഭാര്യനോട് ചോദിച്ചു, എവിടെ എന്റെ മോതിരം? ഐനൽ ഖാത്തം, മോതിരം എവിടെ? അപ്പൊ ഭാര്യ വേഗം കൊടുത്തു. കാരണം എന്താ? സുലൈമാൻ നബി നിൽക്കണം, ഒരു വ്യത്യാസമല്ല. ശൈത്താൻ സുലൈമാൻ നബിയുടെ സാക്ഷാൽ സ്വരൂപത്തിലാണ് വന്നിരിക്കുന്നത്. മോതിരം കൊടുത്തു. ശൈത്താൻ അത് അങ്ങോട്ട് ധരിച്ചപ്പോ പിന്നെ അയാളായി രാജാവ്. കാരണം മോതിരത്തിലാണല്ലോ എല്ലാം. അത് പിടിച്ചതോട് പിന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പോറൊക്കെ പിന്നെ ശൈത്താനായി. അങ്ങനെ എല്ലാരും ഈ ശൈത്താന് ഖിദ്മത്ത് ചെയ്യുന്നു. അങ്ങനെ കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്തതും എല്ലാം പിന്നെ ഇയാളാ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കൈക്കലാക്കി ശൈത്താനോടും തരിടത്തില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാം ടോയ്ലറ്റിൽ നിന്ന് പുറത്തു കിടന്നൊരു ഭാര്യനോട് ചോദിച്ചു, ഐനൽ ഖാത്തം, എടാ എന്റെ മോതിരം? ഭാര്യ ചോദിച്ചു, അലസ്തഹു, നിങ്ങളല്ലേ എന്റെ അടുത്ത് വാങ്ങിയത്? നിങ്ങളല്ലേ എന്റെ അടുത്തുനിന്ന് മോതിരം വാങ്ങിയത്? ആകെ പ്രശ്നമായി. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് എല്ലാം നഷ്ടപ്പെട്ടു. ശൈത്താന് ഭരണം നടത്തൽ തുടങ്ങി. അങ്ങനെ ശൈത്താന് പിന്നെ എന്ത് ചെയ്തു? ശൈത്താനാണ് എല്ലാം കൈകാര്യം ചെയ്തത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ജീവിക്കാൻ വരെ വകുപ്പില്ല. അങ്ങനെ ശൈത്താന് തൊരിക്കയും ഇതും കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ട് എറിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാനൊന്നും വകുപ്പില്ലാതെ സുലൈമാൻ നബി അലൈഹി സ്വലാം മീൻ പിടിക്കാൻ പോവുകയാണ്. മീൻ പിടിക്കാൻ പോയപ്പോ ഒരു മീനെ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിലുണ്ട് ഈ ഖാത്തം. ഈ മോതിരം അവിടെ, ശൈത്താൻ അവിടെ എറിഞ്ഞ് മോതിരം ഇത് വിഴുങ്ങിയിരിക്കുന്നു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധികാരമൊക്കെ തിരിച്ചു കിട്ടി. എന്നിട്ട് പറയണം, ആദിഹി ഫിത്നത്തു സുലൈമാൻ, ഇതാണ് ഖുർആൻ പറഞ്ഞ ഫിത്ന സുലൈമാൻ. ഫതന്ന എന്ന് പറഞ്ഞ ഫിത്നതായിരുന്നു. കള്ളക്കഥകൾ, കെട്ടുകഥകൾ. അതാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്നാമത് സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കേ, ഒരു ശൈത്താൻ ഒരു നബിയുടെ രൂപം പ്രാപിച്ച് വരാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വല്ല അർത്ഥമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് പഠിപ്പിച്ചു, ഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, ഒരു ശൈത്താനും എന്റെ രൂപം പ്രാപിക്കാൻ കഴിയൂല. ഒരു ശൈത്താനും എന്റെ രൂപത്തിൽ വരാൻ കഴിയൂല. ഒരു നബിയുടെ കോലത്തിലും ആർക്ക് വരാൻ കഴിയൂല? ശൈത്താന് വരാൻ കഴിയില്ല. അതേ അവസരത്തിൽ സ്വപ്നത്തിലോ ഉണർച്ചയിലോ ഒക്കെ ആയിട്ട് വേറെ ആരുടെയെങ്കിലും കോലം സ്വീകരിച്ചിട്ട് ശൈത്താൻ ഞാൻ നബിയാന്ന് പറഞ്ഞേക്കാം, അള്ളാന്റെ റസൂലിന്റെ കോലത്തിൽ വരാൻ പറ്റൂല. ഒരു നബിയുടെയും രൂപത്തിൽ വരാൻ കഴിയൂല. പിന്നെയോ ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്താന് ഏത് രൂപം എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അത് ചിലപ്പോ ആലുവയിലും വരാം, അത് പലയിടത്തും വരാം, സ്വപ്നത്തിലും വരാം. ഓരോരുത്തരെ വിളിച്ചിട്ട് പറയാം, ഇത് ഞാൻ നബിയാണ്, ഞാൻ അവിടെ പോയിക്കോ, അവിടെ പോയിട്ട് ദ്വാർപ്പിച്ചോ, അവിടെ പോയിട്ട് ജാറം മൂടിക്കോ, ഇവിടെ പോയിട്ട് നേർച്ച കൊടുത്തോ, ഞാൻ നബിയാണ്, ഇതാ ഞാൻ ചില ദിക്റുകളൊക്കെ ചൊല്ലിത്തരുന്നുണ്ട്, അതൊക്കെ നീ ചൊല്ലണം, അതിന്റെ ഒക്കെ പ്രത്യേകത ഞാൻ പറയാൻ പോവാണ്. ഞാനിതാ ചിലതൊക്കെ കിതാബുകളൊക്കെ നോക്കിയിട്ട് ഞാനിതൊക്കെ നോക്കുന്നുണ്ട്. ചില കിതാബുകളൊക്കെ കെട്ടുകഥകളും
ഇസ്ലാമിലില്ലാത്ത പല ദുർബലമായ കാര്യങ്ങളും കുത്തി നിറച്ച പല ഗ്രന്ഥങ്ങൾക്കും മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ചിലരൊക്കെ പറയുന്നുണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബിലെ ഓരോ പേജും ഇങ്ങനെ മറിച്ചു പരിശോധിച്ചിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാക്ഷാൽ സ്വരൂപത്തിൽ ആർക്ക് വരാൻ കഴിയൂല? ഒരു ശൈത്താനും വരാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ശൈത്താന് വേറെ പല രൂപത്തിലും വന്നിട്ട് ഞാൻ നബിയാന്ന് പറഞ്ഞ് പറ്റിക്കാൻ കഴിയൂല എന്ന് ആരും മനസ്സിലാക്കരുത്. അങ്ങനെ പറ്റിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് കണ്ടു എന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ആർക്കേ പറ്റുള്ളൂ? സഹാബത്തിനെ കഴിയുള്ളൂ. അവരല്ലേ അള്ളാന്റെ റസൂലിനെ കണ്ടവര്, ഒരു ഉറപ്പാണല്ലോ. പിന്നെ നമ്മൾ അള്ളാന്റെ റസൂലാണെന്ന് പറഞ്ഞ് നമ്മളെടുത്ത ഒരാൾ വന്നോ കണ്ടോ എങ്കിൽ പരിശുദ്ധമായ ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വന്നിട്ടുള്ള വിശേഷണങ്ങളും കാര്യങ്ങളോടൊക്കെ യോജിപ്പുണ്ടെങ്കിൽ നമുക്ക് ഞാനതായിരിക്കും കണ്ടത്. അത് പറഞ്ഞടക്കാനൊന്നുമല്ല, എന്റെ പേരിൽ മേനി അടിക്കാനുമല്ല. കാരണം കാഫിറും ചിലപ്പോൾ അള്ളാന്റെ റസൂലിനെ സാക്ഷാൽ രൂപത്തിൽ സ്വപ്നത്തിൽ കണ്ടേക്കാം. അബൂജഹലിനെ കാണാം. അബൂജഹൽ കണ്ട ഏതായാലും ഉറപ്പാണല്ലോ അബൂജഹലിന് അള്ളാന്റെ റസൂൽ തന്നെയാണ്. കാരണം അബൂജഹൽ അള്ളാന്റെ റസൂലിനെ കണ്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സ്വപ്നത്തിന് വലിയ മാർക്കറ്റുള്ള ഒരു കാലത്തപ്പ നമ്മൾ ജീവിക്കുന്നത്. സ്വപ്നത്തിന് എല്ലാവരും ഉറങ്ങിയാ പിന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയ അപ്പക്കാണ്. ചില ആൾക്കാരുടെ മുമ്പിൽ ഓരോ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പാട്ടയും വെള്ളമൊക്കെ ആയിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ഉറങ്ങിയ അപ്പ സ്വപ്നം കാണുന്നതോ ചില്ലറക്കാരല്ല, അള്ളാന്റെ റസൂലാ വരുന്നത്, അബൂബക്കർ സിദ്ദീഖ വരുന്നത്, ഉമർ ഖത്താബ വരുന്നത്, കെട്ടിപ്പിടിക്കുകയാണ്, മുത്തം കൊടുക്കുകയാണ്, ഉണർച്ചയിലും വരുന്നുണ്ട്, പാട്ട് പാടിക്കോ ഞാൻ കേട്ടോളാന്ന് പറഞ്ഞിട്ട് കേറി വരികയാണ്. എന്തൊക്കെ രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പല തട്ടിപ്പുകളും ലോകത്തരങ്ങേറും. അപ്പൊ ഇവിടെ ശൈത്താൻ അന്ന് തുടങ്ങി. എന്നാണ് ഈ കെട്ടുകഥകളും തന്നെ മനസ്സിലാക്കുന്നത് എന്ത്? അത് ഞാൻ സുലൈമാൻ നബിയാന്ന് പറഞ്ഞിട്ട് പറയേണ്ടയില്ല. ഭാര്യ അത്ഭുതപ്പെടണേ, ഞാൻ കൊടുത്തു, നിങ്ങൾക്കല്ലേ തന്നത്. അത്ര സാക്ഷാൽ രൂപത്തിലുള്ളേണ്ട വന്ന ഈ കെട്ടുകഥയാണ് പലരും പ്രചരിപ്പിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, അതിന് സത്യത്തോട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം? എന്തായിരുന്നു പിന്നെ അവിടെ ഒരു ബോഡി, ഒരു ശരീരം ആ സിംഹാസനത്തിൽ ഇട്ടു എന്ന് പറയാനുണ്ടായ പരീക്ഷണത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വകുപ്പില്ലെങ്കിലും ഏതാണ്ട് യോജിക്കാവുന്ന ഒരു വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെ, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അവസരത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കേട്ട സംഭവം ബുഖാരിയിൽ ധാരാളം സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതേ സുലൈമാൻ നബി ദാവൂദ് അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ ഇന്നത്തെ രാത്രിയിൽ ധാരാളക്കണക്കിന് ഭാര്യമാരുടെ സമീപത്ത് പോകും. മഹാനവറുകൾക്ക് 60 എന്ന റിപ്പോർട്ടും 70 എന്ന റിപ്പോർട്ടും 90 എന്ന റിപ്പോർട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഭാര്യമാര് ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നത്തെ രാത്രിയിൽ ആ ഭാര്യമാരെ ഒക്കെ സമീപിക്കും. എന്നിട്ട് അവരിൽ നിന്നെല്ലാം എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന നല്ല യോദ്ധാക്കളെ അവര് പ്രസവിക്കും, ഓരോ ഭാര്യയും. അങ്ങനെ എനിക്ക് ധാരാളം മക്കളുണ്ടാകും. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഖുൽ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയാൻ വിട്ടുപോയി. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറയാതെ അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ ആ ഭാര്യമാരെ മുഴുവനും എന്താണ്, ആരും തന്നെ ഒന്നും ഗർഭം ധരിച്ചില്ല, പ്രസവിച്ചില്ല. അതിൽ ഒരു ഭാര്യ മാത്രമാണ് ഗർഭം ധരിച്ചു പ്രസവിച്ചത്. പക്ഷേ ആ കുഞ്ഞു തന്നെ അംഗവൈകല്യമുള്ള ഒരു പകുതി മനുഷ്യനായിരുന്നു. ഒരു പൂർണ്ണ ശിശുവായിട്ടല്ല ജനിച്ചു വീണത്. പ്രസവിക്കപ്പെട്ട കുഞ്ഞു തന്നെയും പ്രസവിച്ച ഭാര്യയുടെ കുഞ്ഞു തന്നെയും പൂർണ്ണ ശിശുവായിരുന്നില്ല. ഈ സംഭവം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖാലഹാ ഇൻഷാ അല്ലാഹ് എന്ന മഹാനവറുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ ലജാഹദൂ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പോരാടുന്ന പട്ടാളക്കാരായ യോദ്ധാക്കളായിരിക്കുന്ന മക്കൾ ജനിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൽ നിന്നത് വിട്ടുപോയി. ഇത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മുസ്ലിമിൽ നമുക്ക് കാണാം. മുസ്ലിമിൽ വ്യത്യസ്തങ്ങളായ വേറെയും റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായ എങ്ങനത്തെ ഒരു കുഞ്ഞ് ഈ നിലക്ക് ഒരു പകുതി കുഞ്ഞായിട്ടാ ജനിച്ചു വീണത്. അൽഖൈനാ അലാ കുർസിയിഹി, ഇനി തന്റെ അധികാരപീഠം കയ്യാളാൻ കുർസിയിൽ വീണതാരാണ്, ഇട്ടതാരാണ്? ജസദൻ, ഒരു ശരീരം.
അദ്ദേഹത്തിൻ്റെതായ ആ ഒരു തന്നിൽ നിന്ന് അരുതാത്തൊരു കാര്യം വന്നുപോയല്ലോ എന്ന് ഓർത്ത് സുമ്മ അനാബ്, അദ്ദേഹം ഖേദിച്ചു മടങ്ങി, അദ്ദേഹം ഖേദപ്രകടനം നടത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് സുമ്മ അനാബ, അതായിരുന്നു ആ പരീക്ഷണം എന്നാണ്. അതാണ് ഏതാണ്ട് നമുക്ക് തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ പറയാവുന്ന ഒരു വ്യാഖ്യാനം. ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ എപ്പോഴും കേൾക്കാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ബന്ധപ്പെട്ടുകൊണ്ടും പലരെ പറ്റിയും പല നിലക്കും പ്രചരണങ്ങൾ പലരും എഴുതി വെച്ചിട്ടുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയാനാണ് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില വ്യാഖ്യാനങ്ങൾ പോലും കേൾപ്പിക്കേണ്ടി വരുന്നത്. എന്താ, ഇനി എപ്പോഴാ എന്തൊക്കെയായിട്ടാ വരിക എന്നറിയില്ല. എന്നിട്ട് പിന്നെ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാലും മെസ്സേജ് അയക്കണ്ടല്ലോ, അറിഞ്ഞ കാര്യങ്ങളെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാലോ. അപ്പൊ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നാം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആ നിലക്കുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെ മനസ്സിലാക്കണം. മഹാരഥന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കണം. അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെടുന്ന ആ കൃത്യമായ സന്ദേശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മാർഗത്തിൽ ചേർത്ത് തരണേനാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മറക്കരുത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹാരഥന്മാരെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചരിത്രത്തിന്റെ ഏടുകളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവരോടൊപ്പം അവരുടെ ചാരത്തണയാൻ, സ്വർഗത്തിലെത്താൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും